വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബേർ. അപ്പോൾ ഇന്ന് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ് കൂടിയാണ് കേട്ടോ ഇത്, ഫ്ലോട്ടിംഗ് കസ്റ്റാർഡ് പുഡിങ്. അപ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണ്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ ജലാറ്റിനോ ചൈനാഗ്രാസിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. വാലിട്ട അലിഞ്ഞിറങ്ങുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് കോഴിമുട്ടയാണ് കേട്ടോ. 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആ ഒരു വൈറ്റ് പാർട്ടും അതുപോലെ തന്നെ ആ ഒരു യെല്ലോ പാർട്ടും നമ്മൾ മാറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു എഗ്ഗ് ഇടാൻ എടുത്തിട്ടുള്ള ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഇത് രണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഈ ഒരു കോഴിമുട്ടേൻ്റെ ഈ മഞ്ഞയിലേക്ക് നമുക്ക് ഷുഗറും അതുപോലെ തന്നെ മിൽക്കൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് ഷുഗറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ 6 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മിൽക്ക് പൗഡർ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് നേരിട്ട് പാലൊഴിച്ച് കൊടുക്കുക. അപ്പം ഞാൻ വെറുതെ ഒന്ന് മിക്സ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ 4 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളിതിലേക്ക് മിൽക്ക് എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂടാക്കേണ്ട ആവശ്യവുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മിൽക്ക് പൗഡറും കസ്റ്റാർഡ് പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എഗ് വൈറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു എഗ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര പൊടിച്ചു കൊടുക്കുന്നൊന്നുമില്ല, അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ കോഴിമുട്ടേൻ്റെ ആ ഒരു വൈറ്റ് നല്ലവണ്ണം ഒന്ന് സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെന്തിനാന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു പാത്രം കമിഴ്ത്തുന്ന സമയത്ത് വീണു പോകാതിരിക്കുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാലിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്താതെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും കേട്ടോ. മിൽക്ക് പൗഡറും കസ്റ്റാർഡ് പൗഡറും എഗ് യോക്കൊക്കെ ചേർത്തല്ലേ, അതുകൊണ്ട് തന്നെ നിർത്താതെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒന്ന് അത്യാവശ്യം നല്ലവണ്ണം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഓരോ സ്പൂണായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു പാലിൻ്റെ ചൂടുകൊണ്ട് ഈ ഒരു എഗ് യോക്ക് ഒന്ന് വെന്ത് കിട്ടണം നമുക്ക്. അപ്പം അത്യാവശ്യം നല്ലവണ്ണം ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ഓരോ സ്പൂണ് ഈ ഒരു എഗ് വൈറ്റ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക, ഒരുപാട് വലുതാവരുത്, അതുപോലെ തന്നെ ഒരുപാട് ചെറുതുമായി പോകരുത് കേട്ടോ. ഒരു സ്പൂണിൽ കണക്കാക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു എഗ് വൈറ്റ് വേവുന്ന സമയത്ത് കുറച്ചും കൂടിയും ഒന്ന് വലുതാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എഗ് വൈറ്റ് കുറച്ച് നല്ല ഷേപ്പിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒന്ന് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ഈ ഒരു പാത്രത്തിൽ നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരന്ന പാത്രം തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം ഇങ്ങനെയും ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനിയിപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം മതി, എഗ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 3 മിനിറ്റോളം വെച്ച് കൊടുക്കുക.
അതിന് ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ആ ഒരു പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബൗളിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തില്ല, അതൊരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് നമ്മളിതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. അതെന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ഭാഗം വെന്ത് വരുന്ന സമയത്ത് അത് അതുപോലെ തന്നെ സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കോൺഫ്ലവർ ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടില്ലേ? ഇപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് ഉള്ള ആ ഒരു ഫ്ലോട്ടിങ് കസ്റ്റാർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പംകിൻ സീഡും ബദാം ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ നിങ്ങളെ കയ്യിൽ ബട്ടർ സ്കോച്ച് സോസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. റോസ് പെറ്റൽസോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാ നല്ല അടിപൊളിയായിട്ടുള്ള കസ്റ്റാർഡ് ഫ്ലോട്ടിംഗ് പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു പുഡിങ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയുന്ന പോലെ തന്നെ പുഡിങ്ങൊക്കെ ഒരു 3 മണിക്കൂറെങ്കിലും വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഈ ഒരു പുഡിങ് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ആ ഒരു എഗ് വൈറ്റ് നമ്മൾ വേവിച്ചെടുത്തിട്ടില്ലേ, നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പാകത്തിന് സ്പൂണിൽ നമ്മൾ ഈ ഒരു എഗ് പാർട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. വലുതായിട്ടുണ്ടെങ്കിൽ ആ ഒരു പുഡിങ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. തീരെ ചെറുതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്സിൽ അതങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല ഷേപ്പോടെ കിട്ടണം എന്നുണ്ടെങ്കിൽ 2 സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. നമുക്ക് ഈ ഒരു എഗ് വൈറ്റൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടൂലേ, അതുപോലെ തന്നെ പാല് ചൂടാവുന്ന സമയത്ത് തന്നെ, അത്യാവശ്യം നല്ലവണ്ണം ചൂടാവുന്ന സമയത്ത് തന്നെ ഈ ഒരു എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കസ്റ്റാർഡ് പൗഡറും മിൽക്ക് പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ ഒരു പുഡിങ് റെഡി ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ പാത്രത്തിൽ നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിനെ ആവിയിൽ വേവിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു സോസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയും ചെയ്തെടുക്കുക. പക്ഷേ കുറച്ചും കൂടിയും നല്ലതെന്ന് തോന്നുന്ന ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത്രയും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.